ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ വലിയ നേതാവ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ദേശീയ തലത്തിൽ വരുമ്പോൾ ആൻ്റണിയൊക്കെ സൈഡായി. ആൻ്റണിയുടെ മകൻ BJPയിലേക്ക് പോയതോടുകൂടി ആൻ്റണി വീടിനകത്ത് മാത്രമുള്ള കോൺഗ്രസ് പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങേണ്ട അവസ്ഥയിലേക്ക് പോയി. പക്ഷേ ആഗോളതലത്തിൽ കോൺഗ്രസ്സിന് മറ്റൊരു ഗ്ലാമർ നേതാവുണ്ട്, ശശി തരൂർ. കേരളത്തിൽ അവരെ അംഗീകരിക്കില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ കൃത്യമായിട്ട് BJPക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അർഹമായ പരിഗണനയൊക്കെ കൊടുത്തിട്ട് ശശി തരൂരിനെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തോ ഒരു പദ്ധതി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും വിജയ് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ശശി തരൂർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ളവർക്കേ പറ്റൂ. അത് കോൺഗ്രസ്സിലുള്ളവർക്ക് പറ്റില്ല. അത് BJPയിലുള്ള കുറച്ച് വിവരവും ബുദ്ധിയുള്ളവർക്കേ കഴിയൂ. കാരണം ശശി തരൂരിനെ പോലെ ഇത്രത്തോളം ലോക പരിജ്ഞാനമുള്ള, വിവരമുള്ള, കൃത്യമായി എല്ലാ മേഖലയെയും കുറിച്ച് അറിയാവുന്ന ഒരാൾ കോൺഗ്രസ്സിൽ വളരെ വിരളമാണ്. അതിലൊരാളാണ് ശശി തരൂർ. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പോലും തരൂരിനെ പ്രചരണ രംഗത്ത് ഇറക്കിയില്ല. അതിൻ്റെ ഒറ്റ കാരണം പറയുന്നത് തരൂര് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അത് സംസാരിക്കാനായി കോൺഗ്രസ് പോണ്ട എന്ന് പറഞ്ഞിട്ട് തരൂർ പോയി എന്നുള്ളതാണ് തരൂരിനെതിരെ വന്നിരിക്കുന്ന വലിയ കുറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പത്മജ വേണുഗോപാലിനെ ലഫ്റ്റനന്റ് ഗവർണർ പദവിയൊക്കെ കൊടുക്കും, ഡൽഹി തലസ്ഥാനത്തെ ഗവർണറാക്കും എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തരൂർ പറയുന്നു, ഞാൻ പറയാനുള്ളത് കൃത്യമായി പറയും. അതിപ്പോൾ നരേന്ദ്രമോദി നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, പിണറായി വിജയൻ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയും, മോശം ചെയ്താൽ മോശമെന്നും പറയും. പക്ഷേ നല്ലത് പറയുമ്പോൾ ഞാൻ പാർട്ടിക്ക് പുറത്താവുകയും മോശം പറയുമ്പോൾ പാർട്ടിക്ക് അകത്താവുകയും ചെയ്യുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ BJPയിലേക്ക് പോകില്ല, പക്ഷെ പറയേണ്ട നിലപാടുകൾ കൃത്യമായി പറഞ്ഞു തന്നെ പോകും. കറക്റ്റ് ആയിട്ടുള്ള ഒരു നേതാവ് പറയുന്ന കാര്യങ്ങൾ, അല്ലെ, നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളവരാണ്. പല സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കൊക്കെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ശമ്പളം വേണം എന്നൊക്കെ കരുതി പലതും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, കേട്ടില്ല എന്നങ്ങ് നടിക്കുന്നു. അത് നമ്മുടെ ഒരു ഉപജീവന മാർഗം ഇതായതുകൊണ്ട് മറ്റൊരിടത്തേക്ക് കിട്ടുന്നത് വരെ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ എന്നുള്ള നമ്മുടെ ഒരു ഇതാണ്. ഇപ്പോഴത്തെ സ്ഥാപനത്തെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ നേരത്തെ ജോലി ചെയ്ത സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് അങ്ങനെ അല്ല. ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. KC വേണുഗോപാൽ ഈ കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചൊരു MP ആയി എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമക്കുന്നു, പിന്നെ സോണിയാഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിക്ക് അടുക്കളയിൽ കയറി മീൻകറിയും ചോറും വെച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറം, അതോ ആക്ഷേപഹാസ്യത്തിൽ പറയുന്നതാണെങ്കിൽ പോലും, എന്നതിനപ്പുറം KC വേണുഗോപാൽ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എന്താണ് രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ളത്? പണ്ട് കേരളത്തിന് ഇതുപോലെ തിരുത കൊണ്ടുപോയിട്ട് കൊടുത്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ശരിയാണ്. അതെ, അത് തന്നെയായിരിക്കും KCക്ക് ഇനി വരാൻ പോകുന്ന കാലത്തുള്ളത്. KC വേണുഗോപാൽ ഭയങ്കര കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. KC വേണുഗോപാലിന് KC കളിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. അതെ, KC ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി KC മാത്രമല്ല, കോൺഗ്രസ്സിലെ ഒരുവിധം എല്ലാവരും കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ കൗശലക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ്റെ ആണ് KC എന്ന് പറഞ്ഞാൽ, KCക്ക് അറിയാം ആരെ പിടിച്ചു കഴിഞ്ഞാൽ, ആരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിലനിൽപ്പുണ്ടാകും, രാഷ്ട്രീയത്തിൽ KCക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച്. KC ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കയറിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആലപ്പുഴയ്ക്കായിട്ട് ചെയ്തതായിട്ട് പറയാൻ പറ്റുമോ? ഒരു കാര്യമില്ല. KCക്ക് ആലപ്പുഴയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പിന് വരുന്നു, മത്സരിക്കുന്നു, പോകുന്നു, ജയിച്ചു പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും ആലപ്പുഴ മണ്ഡലത്തിൽ KC ചെയ്തതായിട്ട് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാനില്ല. KC ഇപ്പോൾ AICCയുടെ വലിയ നേതാവാണ്, കേരളത്തിൽ നിന്നുള്ള വലിയ നേതാവ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ KCയുമായിട്ട് സഹകരിച്ച് പോയേ പറ്റൂ. KC പറയുന്നതാണ് ഇവിടെ ഇനി കോൺഗ്രസിൻ്റെ ആപ്തവാക്യം, കേരളത്തെ KPCCയുടെ ആപ്തവാക്യം എന്ന ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KCയുടെ ലക്ഷ്യം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ VD സതീശനുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ആയിക്കഴിഞ്ഞാൽ VD വെറും ഡയലോഗ് സതീശന്റെ ഇനി അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നമ്മൾ കാണേണ്ട അവസ്ഥയാണ്. ഇതുകൊണ്ടാണ് ജനം പറയുന്നത് അടുത്ത CPM തന്നെ വരട്ടെ,
ഈ ജനങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാവാത്ത ഇപ്പൊ ജനവിരുദ്ധമായ ഭരണമാണ് പിണറായി സർക്കാർ കാഴ്ചവെക്കുന്നതെന്ന് പറയുന്നു. അഴിമതിയുടെ പിന്നെ വലിയ രീതിയിലുള്ള കറ പുരണ്ട ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരാൾ പിണറായി സർക്കാരിനെതിരെ കഴമ്പുള്ള ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ട് അതൊരു സമരമായിട്ട് കൊണ്ടുവന്നിട്ട് അത് തെളിയിച്ച് കാണിക്കാൻ ഈ നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കഴിവുകേട് കൊണ്ട് മാത്രമായിരിക്കും പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നത്. കോൺഗ്രസ്സിന് പിണറായി സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അഴിമതി ആരോപണങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സർക്കാർ വിരുദ്ധ സമരം, സർക്കാർ വിരുദ്ധ പ്രചരണം, സർക്കാർ വിരുദ്ധ വോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് സർക്കാർ വിരുദ്ധ സംഭവം എന്ന് ചൂണ്ടിക്കാണിക്കണ്ടേ? അത് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. കഴിവ് കെട്ട, അതായത് ഇത്രയും വർഷം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് എന്ന പദവി വി.ഡി. സതീശൻ, വെറും ഡയലോഗ് സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ട്രോളാണെങ്കിൽ പോലും അത് ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം വി.ഡി. സതീശന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും എന്താണ് താൻ പറയുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ പോലെ കൃത്യമായിട്ട് നിലപാടുള്ള, കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന, ആരോട് എന്ത് പറയണം, പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമുള്ള ശശി തരൂരിനെ പോലുള്ളൊരു നേതാവിനെ കേരളത്തിൽ അടുപ്പിക്കാത്തത്. അല്ലെങ്കിൽ ശശി തരൂർ AICC വലിയ നേതാവായതുകൊണ്ടാണോ കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടിപ്പിക്കാത്തത്? അല്ല. ഇവർക്കറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ശശി തരൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പൊട്ടത്തരം കേൾക്കാൻ വേണ്ടി നിൽക്കൂല, ശശി തരൂർ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ അവരടുത്ത ആവശ്യം ഉന്നയിക്കും. ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ അണികൾക്കിടയിൽ ആവശ്യം വരും, ശശി തരൂർ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവണം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ശശി തരൂരിനെയാണ് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിൽ ഉള്ള അവസ്ഥയെല്ലാം മാറും. ശക്തമായ മത്സരം ഉണ്ടാവും. അതെ. പക്ഷേ ആ മത്സരത്തിന് കോൺഗ്രസ് തയ്യാറാവില്ല. കാരണം ശശി തരൂരിനെ കൊണ്ടുവന്ന എങ്ങാനും ജയിച്ച് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി ആക്കണ്ടേ? അപ്പോൾ ഇവർക്ക് എന്താ ഉള്ളത്? ഞാൻ പറയുന്നത് മൂന്നാമത് പിണറായി സർക്കാർ തന്നെ വരണമെന്നാണ്. കാരണം ഇപ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തമ്മിത്തല്ലും ഗ്രൂപ്പിസവും കണ്ട് ജനങ്ങൾ, കാരണം ഇവരുടെ പിന്നെ കാര്യങ്ങൾ തീർക്കാൻ തന്നെ ഇവർക്ക് സമയം കിട്ടില്ല. ഇവരുടെ ഗ്രൂപ്പീസ്, ഇവരുടെ തമ്മിത്തല്ല്, ഇവരുടെ അധികാരത്തിനുള്ള വടംവലിയും തീർക്കാൻ തന്നെ ഇവർക്ക് സമയം കിട്ടില്ല. ഇവരെങ്ങനെയാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത്? ഒരിക്കലും ഇവർക്ക് ഇപ്പോൾ കർണാടകയിൽ പിന്നെ ഉപമുഖ്യമന്ത്രിയായി പിന്നെ DK ശിവകുമാറിനെയും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും കൊടുത്തു. 2.5 വർഷത്തെ കാലാവധിയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സമ്മതിച്ചില്ല. പിന്നെ അധികാരമാണ് ഇവർക്കൊക്കെ. അവിടെ പിന്നെ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസിന്റെ നട്ടല്ലായി നിന്നത് അദ്ദേഹമാണെന്ന് പറയാം. കോൺഗ്രസിന് വേണ്ടി ഫണ്ട് ഇറക്കിയത്, പ്രവർത്തിച്ചത്, കോൺഗ്രസിനെ നിലനിർത്തിയതൊക്കെ സിദ്ധരാമയ്യ വെറും കളത്തിലിരുന്ന് കളി കണ്ട ഒരാൾ മാത്രമാണ്. മുഴുവൻ ഇറങ്ങി കളിച്ചത് DK ആണ്. അത് അങ്ങനെയെങ്കിലും പറയാം. ഇവിടെ ആരാണ് ഇറങ്ങി കളിക്കാനുള്ളത്? പിണറായിയെ കാണുമ്പോൾ മുട്ടറയ്ക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. സതീശൻ ഇപ്പോഴും പിണറായി കാണുമ്പോൾ ഭയമെന്നാണ് പറയുന്നത്. കാരണം എന്താണ് വിളിച്ചു പറയുന്നതെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭയത്തിലാണ് സതീശൻ. പിണറായി ഇരിക്കുന്ന ഏരിയ പോലും സതീശൻ ഈ അടുത്ത കാലത്ത് പിണറായിക്കെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാൻ സതീശൻ ധൈര്യപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് പോലും സതീശൻ ഉച്ചരിച്ചിട്ടില്ല. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയം വെച്ചാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്? അൻവറിന്റെ പേര് മാത്രമാണ് നമ്മളിവിടെ ഉയർന്നു കേട്ടത്, അല്ലേ? CPM-നെതിരെ എന്തെങ്കിലും ഒരു വാചകം, അഴിമതി സർക്കാരാണിത്, മകൾ പിന്നെ അഴിമതിയുടെ പണം വാങ്ങിയിട്ടുണ്ട്, ശശിധരൻ കർത്തയുമായി ബന്ധപ്പെട്ട ചില എന്തെങ്കിലും ഒരു വാക്ക് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇല്ല. അവിടെ മുഴുവൻ കേട്ട പേര് അൻവർ മാത്രമാണ്. അൻവർ ഇവിടെ വരുന്നു, അൻവർ അവിടെ പോകുന്നു, അൻവർ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, അൻവർ പത്രിക പിൻവലിക്കുന്നു, അൻവർ അടുത്ത പത്രിക കൊടുക്കുന്നു. മുഴുവൻ കറങ്ങിയത് അൻവറിൽ, മൊത്തത്തിൽ അൻവറിലാണ്. അല്ല, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട്, ഈ കഴിഞ്ഞ 2 ദിവസമാണ് അവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആര്യട ഷൗക്കത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഇത്രയും നാള് ആര്യട ഷൗക്കത്ത് ഇല്ല ചിത്രത്തിൽ. അവിടെ M സ്വരാജും അൻവറും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ വി.ഡി. സതീശൻ അവിടെ പോയിട്ട് ഓരോ വിടുവായുത്തം പറയും. കഴിഞ്ഞ ദിവസം തന്നെ M സ്വരാജ് കഴിഞ്ഞ പ്രകാശ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്, കഴിഞ്ഞ തവണത്തെ കാൻഡിഡേറ്റിന്റെ വീട്ടിൽ പോയി, അദ്ദേഹം മരിച്ച ശേഷം. അത് മാധ്യമങ്ങൾ വി.ഡി. സതീശനോട് ചോദിക്കുമ്പോൾ ചോദിക്കണം, എന്തിനാണ് ആരുടെ ഷൗക്കത്താ വീട്ടിൽ പോകുന്നത്? ആരുടെ ഷൗക്കത്താ വീട്ടിൽ പോകേണ്ട കാര്യം എന്താണ്? ഏതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും എത്ര വലിയ ശത്രു ആയാലും അവരെ വീട്ടിൽ പോകും. ഇത് ഇവരുടെ കഴിഞ്ഞ തവണത്തെ കാൻഡിഡേറ്റ് ആണ്. ആ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് ആരുടെ ഷൗക്കത്ത് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും ഒരു അത്ഭുതം ഉണ്ടാക്കി വി.ഡി. സതീശന്റെ ഒരു ചോദ്യം. വി.ഡി. സതീശൻ ആരാണ്? വെറും രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അവരുടെ പ്രതിപക്ഷ നേതാവാണ്.
ഒരു പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു നേതാവ് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? അല്ല വിജയ്, കോൺഗ്രസിന്റെ ഒരു വലിയ പരാജയം അതാണ്. അവർ നയിക്കാൻ അവർക്ക് ഒരാളില്ല. അവർക്ക് നയിക്കാൻ ആളുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ 3 തവണ BJP സർക്കാർ ഭരിക്കില്ല. 70 വർഷം ഇന്ത്യ ഭരിച്ച ഒരു സർക്കാരാണ്. രാഹുൽ ഗാന്ധിക്ക് എന്തറിയാം? രാഹുൽ ഗാന്ധിക്ക് ഒന്നും അറിയാം. രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രി എന്ന് ആരോ പറഞ്ഞ് ഈ മൈൻഡിൽ വച്ചിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇതിനെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എവിടെയെങ്കിലും ചെന്നിരുന്ന് ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ പറയുക, മോദി അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ അപമാനിക്കുക, ഇത് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം. അദ്ദേഹം സോണിയാഗാന്ധി വാർദ്ധക്യത്തിലേക്കോ അസുഖമായ ചില കാര്യങ്ങളിലേക്ക് അവർ നീങ്ങി. ഇനിയുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്കയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം? ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായ ഉച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കോൺഗ്രസ് അതപ്പതിച്ചു, അതിലിനി ഒരു സംശയം വേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ BJP എന്തുകൊണ്ടാണ് BJP വളർന്നു വരുന്നതെന്ന് അവർ ചിന്തിക്കാത്തെന്താ? ഇവരുടെ പതനമാണ് BJPയുടെ വളർച്ചയ്ക്ക് വളക്കൂറ്. അത് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഈ കോൺഗ്രസ്സുകാർക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശശി തരൂരിനെ പോലുള്ള ജനപ്രിയനായിട്ടുള്ള നേതാവിനെ പോലും അംഗീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തിടത്തോളം കാലം കോൺഗ്രസ് ഇനിയും പ്രതിപക്ഷത്ത് തന്നെ, കേരളത്തിലായാലും ഇന്ത്യയിലായാലും പ്രതിപക്ഷത്ത് തന്നെ വർഷങ്ങളോളം ഇരിക്കേണ്ടി വരും എന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വസ്തുത. അതെ.